അപ്പം ഇന്ന് ഞാൻ പുതിയതായിട്ട് പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഗ് മേടിക്കാനായിട്ട് എവിടെയാണ് ഇച്ചിരി വില കുറവായിട്ടുള്ളതെന്നാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഏത് ടൈപ്പ് ബാഗ്, അതുപോലെ തന്നെ എന്താ പറയട്ടെ ചെരുപ്പ്, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ എനിക്ക് തോന്നുന്ന ബാഗ് ഐറ്റംസാണ് കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള. ചെരുപ്പ് എനിക്കങ്ങനെ കണ്ടപ്പോൾ തോന്നിയില്ല. ഓക്കെ, ബാഗിൻ്റെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് മേടിക്കാം, അറിയാവുന്നതായിരിക്കും ട്രിവാൻഡ്രത്തുകാർക്ക്. അപ്പം ഞാൻ എൻ്റെ കൊച്ചിലെ തൊട്ട് അച്ഛനൊക്കെ കൊണ്ടുപോയി സ്കൂൾ ടൈം തൊട്ട് മേടിക്കുന്ന ആ ഒരു ഷോപ്പിൽ നിന്നാണ്. ഇപ്പം ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യാൻ പോകുമ്പോഴും എനിക്ക് അവിടെ നിന്നാണ് മേടിച്ചപ്പം ഭയങ്കര വില കുറവായിട്ടായിരിക്കും. ഈ കൂടിയ ഐറ്റംസ് മേടിക്കുന്നവരാണെങ്കിൽ ദയവേത് അങ്ങനെയുള്ള ഷോപ്പുകൾ നോക്കുക. ഇപ്പം ഞാൻ പറഞ്ഞത് നമ്മളുടെ സാധാരണക്കാരായിട്ടുള്ളവരുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള, അപ്പം സാധാരണ നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഒരു 299 രൂപയുടെ ഒരു ഓഫർ എടുക്കുന്ന ധൈര്യമായിട്ട് ആൾക്കാരോട് തന്നെ കയറി പോകത്തുള്ളൂ, അറിയാമല്ലോ. അപ്പം ആൾക്കാരെപ്പോഴും എവിടെ റേറ്റ് കുറവെന്ന് നോക്കിയാണ് പോവാറ്. അപ്പം ഞാൻ ഇന്ന് എല്ലാം കൂടി മേടിച്ച് കൂട്ടിയപ്പം ഒരു 1200 രൂപയ്ക്ക് അടുപ്പിച്ച് ഞാൻ മേടിച്ചിട്ടുണ്ട്. ഓക്കെ, മേടിച്ചത് എല്ലാം കൂടി 1 2 3 4 ഐറ്റംസാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. എല്ലാം എനിക്ക് ആവശ്യമുള്ള സാധനമാണ് ഞാൻ മേടിച്ചത്. ജസ്റ്റ് അതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ആദ്യമേ ആ ഷോപ്പ് എവിടെയാണെന്ന് പറയാതെ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്ന കുറേ ആൾക്കാർ നമ്മളതുവരെ കഷ്ടപ്പെട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് വീഡിയോസ് ഞാൻ എടുത്ത് കണ്ടിട്ടുണ്ട്. അതൊന്നുമില്ല, തിരുവനന്തപുരത്ത് ചാലക്കകത്ത് ഷാ എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട് കേട്ടോ. ഷായ്ക്കകത്താണ് ഞാൻ പോയി മേടിച്ചത്. എനിക്ക് തോന്നുന്നത് ഈസ്റ്റ് കോട്ട് വഴിയും കിള്ളിപ്പാലം വഴിയൊക്കെ വരാൻ പറ്റും. കുറച്ച് അടുത്തോട്ട് വരുമ്പോൾ തന്നെ ഏകദേശം ഷാ എന്ന ഷോപ്പ് എവിടെയാണെന്ന് വെച്ചാൽ ഒരുമാതിരി എല്ലാവർക്കും അതിനകത്തറിയാം. പണ്ടേ ഉള്ളൊരു കടയാണ് ഷാ എന്ന് പറയുന്നത്. അപ്പം ഞാൻ മേടിച്ച സാധനങ്ങൾ എന്താണെന്ന് ഏകദേശം ഇതും പറഞ്ഞുതരാം. ഞാനൊരു ലഞ്ച് ബാഗ് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതാണ് ലഞ്ച് കിറ്റാണ്, എല്ലാവർക്കും കാണുമ്പോൾ മനസ്സിലാവും. ഈ കിറ്റ് എനിക്കൊരു ബ്ലാക്ക് തന്നെ വേണമായിരുന്നു. അതേപോലെ എല്ലാം ഭയങ്കര വലുതൊക്കെയായിരുന്നു. പണ്ടൊക്കെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം വരെ 90 രൂപ അടുപ്പിച്ചൊക്കെ ലഞ്ച് ബാഗ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ലഞ്ച് ബാഗ് കിട്ടാനില്ല. ഓക്കെ, ഞാനിത് മേടിച്ചതെന്ന് വെച്ചാൽ 150 രൂപ, 150 അല്ല 160 രൂപയുടെ ലഞ്ച് ബോക്സാണ് കേട്ടോ ഞാൻ മേടിച്ചത്. കുറച്ച് വെള്ളമൊക്കെ വയ്ക്കാൻ പറ്റും, എല്ലാം പറ്റുന്ന ഒരു ലഞ്ച് ബാഗാണ്. പക്ഷേ ഇതിന് 150 രൂപ അവർ ഇട്ടിട്ടുള്ളൂ. അപ്പം അറിയാൻ പറ്റില്ല, 160 രൂപയുടെ സാധനം 150 രൂപയ്ക്ക് നമുക്ക് വില കുറവിലാണ് തന്നത്. അതുപോലെ തന്നെ എനിക്കൊരു പൗച്ച് മേടിച്ച് എനിക്ക് ഈ ക്ലോത്തും വന്നിട്ട് വളരെ സോഫ്റ്റായിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല, കണ്ട ചപ്പിച്ചെഴുങ്ങിയൊക്കെ പോകുന്നുണ്ട്. ഇത് വന്നിട്ട് 80 രൂപ അടുപ്പിച്ചുള്ള ഒരു പൗച്ചാണ് ഞാൻ മേടിച്ചത്. എനിക്ക് ഈ പെൻസിൽ, പേന അങ്ങനെയൊക്കെ ബാഗിൻ്റെ അകത്തിട്ട് പിന്നെ അതിൻ്റെ വശി ഇറങ്ങി ഭയങ്കര ബുദ്ധിമുട്ട് എനിക്ക് കൊണ്ടു നടക്കാനായിട്ട് പിള്ളേർക്ക് പഠിപ്പിക്കുന്ന സമയത്ത്. ഇതെല്ലാം കൂടി ഒറ്റ ഇതായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പൗച്ച് മേടിച്ചത്. ഇത് വന്നിട്ട് എനിക്ക് 70 രൂപ അവർ മേടിച്ചു കൊടുക്കുന്നുണ്ടല്ലോ ഈ ഒരു പൗച്ച്. പിന്നെ എനിക്ക് അതുപോലെ തന്നെ ഈ സ്കൂളിൽ പോകുന്നവർക്ക് അറിയാൻ പറ്റും, 1 സൈഡ് ബാഗ് തൂക്കി ഈ 1 സൈഡ് ബാഗിൻ്റെ അകത്ത് നമ്മൾ ഈ കോട്ടും കൂടി വലിച്ചെടുത്തിട്ട് കഴിയുമ്പോഴത്തേക്കും ഇത് കോട്ടിൻ്റെ ഇത് ഇടാൻ പറ്റത്തില്ല, ബട്ടൺസ് ഇങ്ങനെ ഇരിക്കുന്നത്. ഓക്കെ, അപ്പം എന്തായാലും നനഞ്ഞു കൊടുക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ കിറ്റ് മേടിച്ചത്. കിറ്റാകുമ്പോൾ വെച്ചിട്ട് നനഞ്ഞാലും കുഴപ്പമില്ല, സ്കൂളിൽ അങ്ങനെ കൊണ്ടുവച്ചിട്ട് വെച്ച് ഉണക്കാൻ പറ്റും. മറ്റത് ബാഗിൻ്റെ സിബിനകത്തൊരു വെള്ളം ഇറങ്ങുന്നു, അത് കഴിഞ്ഞിട്ട് നനയുന്നു. 2 വീലറിൽ പോകുന്ന ഒരവസ്ഥയാണ് പറഞ്ഞത്, 4 വീലറിൽ പോകുന്ന ഒരു കാര്യമില്ല. ഓക്കെ, അപ്പം ഞാൻ പിന്നെ ഒരു കിറ്റ് അതുകൊണ്ടിവിടെ മസ്റ്റായിട്ട് എനിക്ക് കിറ്റ് കൊണ്ടുപോയി ഇഷ്ടമേ ഇല്ല. പ്രത്യേകിച്ച് സ്കൂളിൽ ഇട്ട് കഴിഞ്ഞിട്ട് ബസ്സിലങ്ങനെ സപ്പോസ് നമ്മൾ കയറി വരികയാണെങ്കിൽ ഈ കിറ്റൊന്ന് കൊടുക്കുമ്പോൾ ആൻറ്റിമാരുടെ മുഖം ഒരു ചുമടായിട്ടിരിക്കും. അപ്പം അവർ സത്യം പറഞ്ഞാൽ നമ്മൾ ഈ രാവിലെ 8 തൊണ്ട അലച്ച് വരണവരാണ് ഇവർ. അത് കഴിഞ്ഞിട്ട് ഈ വേഗം കൂടെ പിടിച്ച് ഈ സാരിയും പിടിച്ച് വരുമ്പോഴത്തേക്ക് ഒരു കിറ്റ് പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പ്രയക്ക് കുടിക്കുമ്പോൾ അവിടെ ഇവിടെ കൂടി ആടി കളിക്കും. അതുകൊണ്ടാണ് ഈ കിറ്റ് കൊടുക്കുന്നത്. ദയവ് ചെയ്ത് ഒരു ആൻറ്റിമാരും വാങ്ങാറില്ല. മിക്കവാറും മാമന്മാർ വാങ്ങിക്കാറുണ്ട്, എന്നാലും ചില ആൻറ്റിമാർ വാങ്ങിക്കാറില്ല. പിന്നെ ചിലവരെ വാങ്ങിക്കാറുള്ളൂ. പക്ഷേ ഇതിനകത്ത് എന്തോ ഒരു ഭയങ്കരപ്പെട്ട സാധനം എന്താണെന്ന് വിചാരിക്കുന്നത്, കൊണ്ടുപോയി കഴിക്കുന്ന ആഹാരത്തിൻ്റെ സാധനമാണ് ഇതിനകത്ത് കൊണ്ടുപോകുന്നത്. അത് തീർന്നെല്ലാം കഴിഞ്ഞ് ക്ലീൻ ചെയ്ത് നമ്മൾ കഴുകിയാണ് ഒരു പാത്രം വയ്ക്കുന്നത്. എങ്കിലും നമ്മൾ എന്ത് ചെയ്യും, ഇതെല്ലാം പിടിച്ച് ഇങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകിച്ച് ഇതെനിക്ക് കൊണ്ടുപോകാൻ ഇഷ്ടമേ ഇല്ലാത്ത സാധനം ലഞ്ച് ബാഗ് കിറ്റ്. പക്ഷേ ഇപ്പോഴത്തെ മഴ കാരണം അതുപോലെ തന്നെ ബാഗ് ഒന്നും ലാസ്റ്റ് ചെയ്യുന്നില്ല, വെയിറ്റ് ഓവർലോഡ് കയറി അങ്ങനെ എന്ത് ചെയ്താലും കൊണ്ടുപോയേ പറ്റുള്ളൂ എന്ന് കരുതിയിട്ടാണ് ഞാൻ മേടിച്ചത്. അങ്ങനെ ഞാൻ എൻ്റെ കൂടെ തന്നെ ഈ ഒരു ബാഗും കൂടി മേടിച്ചായിരുന്നു. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഈ ഒരു ബാഗും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് വന്നിട്ട് എത്രയായി, എത്രയായിരുന്നു, ഇത് വന്നിട്ട് 600 സംതിങ് 640 എന്തോ ആണ്. എനിക്കിത് 570 ഇട്ടത്. കാണുന്നപോലെയാണ്, അതൊരു ലൈറ്റ് ഗ്രീനാണ് കേട്ടോ, ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയലാണ്, കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. എനിക്കിത് 2 സൈഡ് എപ്പോഴും എങ്കിലും കൊണ്ടുപോകാൻ കരുതിയിട്ട് ഞാനിങ്ങനെ ഇതൊന്നും മേടിച്ചതാണ് കേട്ടോ. അത്യാവശ്യം കുറച്ച് അറകളും കാര്യങ്ങളും എല്ലാം ഇതിനകത്തുണ്ട്. 1 2 3 ഏകദേശം ലാസ്റ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ തോന്നി.
ഒന്നേ നമ്മൾ കൊണ്ടുപോകുമ്പോഴത്തേക്കും മാറി തിരിഞ്ഞ് കൊണ്ടുപോകാൻ പറ്റുമല്ലോ. പിന്നെ അടുത്ത ഞാൻ മേടിച്ച് വന്നിട്ട് എത്രയാണ് ഇത് വന്നിട്ട് 470, 410 രൂപയ്ക്ക് കിട്ടി. ഇത് മിക്കവാറും സാധാരണ മിക്ക സ്റ്റുഡൻസും കോളേജ് സ്റ്റുഡൻസൊക്കെ ഉള്ളത്. ഇത് വന്നിട്ടൊരു പിങ്കാണ് കേട്ടോ, പിങ്കും അല്ല ഒരു ക്രീമിഷ് കളറാണ്. ഇതിൽ കാണുന്നൊരു കളർ ലൈറ്റിട്ട് ഇതിലാണ് കേട്ടോ. ഇതാണ് ബാഗ് വരുന്നത്. ഇത് ഇച്ചിരി കൊള്ളാം. ഞാൻ പണ്ട് കോളേജിലൊക്കെ കൊണ്ടുപോകുന്ന ടൈമിലൊക്കെ കുറച്ച് ഇതായിട്ട് കണ്ടിട്ടുണ്ട്. എനിക്ക് പക്ഷേ ഇത്രയും നല്ലൊരു സംഗതി അല്ലായിരുന്നു എൻ്റെ. ഇത് സാധാരണ ഒരു ബാഗായിരുന്നു, എത്ര അറിയുന്നുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് ഇത്തിരി കൊള്ളാവുന്നൊരു സംഗതി ഞാൻ ഇപ്പോഴാണ് മേടിക്കുന്നത്. മുമ്പ് ഒരു അറ്റം പറ്റി മാക്സിമം അതിൻ്റെ കളറൊക്കെ ഫെയ്ഡായി. പിന്നെ അതിൻ്റെ സോപ്പ് വെള്ളം ഉരച്ച് കഴിയും ഇവിടുത്തെ പടങ്ങളെല്ലാം പോയി. അങ്ങനത്തെ ഒരവസ്ഥയാണ് എൻ്റെ വരുന്നത്. ഇപ്പോൾ ഇച്ചിരി കൊള്ളാവുന്നൊരു ടേപ്പാണ് ഞാൻ ഇത് മേടിച്ചത്. ഈ ഇത്രയും പ്രോഡക്റ്റാണ് ഞാൻ ഇന്ന് മേടിച്ചത്. ഓക്കെ, അപ്പം മെയിനായിട്ട് കാരണം സ്കൂളിൽ പോകുന്നവർക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഇത് ഇടുന്നത്. നമുക്ക് ഒരു വൺ സൈഡ് ബാഗ് ഇട്ട് സ്ഥിരം കൊണ്ടുപോയി ഡാമേജ് ആക്കി എല്ലാം ചെയ്യുന്നതിനെക്കാട്ടി നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. 2-3 ഐറ്റംസ് ആകുമ്പോൾ എനിക്ക് മാറിയും തിരിഞ്ഞ് യൂസ് ചെയ്യാൻ പറ്റും. പുറത്തേക്ക് ഞാൻ പറഞ്ഞു ലോങ് ബുക്കൊക്കെ 2 ദിവസം മുമ്പ് വീട്ടിൽ കാണിച്ചായിരുന്നു. ഈ ബുക്കൊക്കെ വിൽക്കുമ്പോഴത്തേക്കും ഇത് വളഞ്ഞ് ഒടിഞ്ഞൊക്കെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് ഏകദേശം നന്നായിട്ട് ഇരിക്കാനും പറ്റും. ആ ഒരു രീതിയിലാണ് മേടിച്ചത്. പിന്നെ അവിടുത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സാധാരണ ഒരു എന്തുവാ പറയാനായിട്ട് ഇപ്പം വെളിയിലൊക്കെ വിൽക്കുന്ന നമ്മൾ മേടിക്കാറുണ്ട് പൊതുവെ അവിടെ ഇവിടെയൊക്കെ ഇട്ട് വിൽക്കുന്നത്. അങ്ങനത്തെ ഒരിടം മേടിച്ച് കഴിഞ്ഞാൽ വന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഇത് തയ്ക്കാനായിട്ട് നമ്മൾ തയ്ക്കാൻ കൊണ്ടിടാം. അത് പൊട്ടുമ്പോഴത്തേക്ക് അതിനൊരു 50 രൂപ എന്തായാലും 50-60 രൂപയൊക്കെ മേടിക്കുന്നുണ്ട്. ഇപ്പോൾ ചെരുപ്പ് തയ്ക്കാൻ തന്നെ നല്ല പൈസ മേടിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് നല്ല പൈസ ആകുമല്ലോ. അപ്പം ഈ ഷായിലാണെങ്കിൽ അവർ തന്നെ സ്റ്റിച്ച് ചെയ്ത് തരും കേട്ടോ. അതിന് പൈസ കൊടുക്കേണ്ടി വരുമെന്ന് തോന്നുന്നുണ്ട്. എന്തോ അവർ പറഞ്ഞു. എന്ത് ചെയ്താലും നമ്മൾ അലയാനും പറക്കാനൊന്നും പോകണ്ട. എന്തെങ്കിലും ഡാമേജ് ഉണ്ട് എടുത്തിട്ട് ഉടനെ തന്നെ വല്ലതും പറ്റിയിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട്. അവരവിടെ ക്ലിയർ ചെയ്ത് നമുക്ക് 2-3 പ്രാവശ്യം ആയാലും സെറ്റ് ചെയ്ത് തരുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ. ഞാൻ ഇച്ചിരി എനിക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തോന്നി. ഒരു 1200 ബഡ്ജറ്റിനകത്ത്. അല്ലെങ്കിൽ ഇതിപ്പോൾ സാധാരണ ഒരു ബാഗ് കടയിൽ പോവുകയാണെങ്കിൽ ഒരു ബാഗിൻ്റെ വില 800 മാക്സിമം കുറയും. ഇതിൽ കൂടിയ ബാഗാണ് എടുക്കുന്നതെങ്കിൽ 1000-1200 രൂപ ഈ ഒരു റേറ്റിലാണ് ഞാൻ മിക്ക കടകളിലും കയറി. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്കും പണ്ട് ഞാൻ പോയിക്കൊണ്ടൊരു കടയായിരുന്നു ഷായ്. അപ്പം ഞാൻ എനിക്ക് തോന്നുന്നു ഷായിൽ തന്നെ പോവാം. ഷായിൽ എന്തായാലും ബാഗ് ഉണ്ടല്ലോ. അപ്പം ഈ ഒരു ലഞ്ച് കിറ്റ് മാത്രം വാങ്ങിക്കാൻ പോയാൽ ഞാനാണ് ഇന്നലെ ചോദിച്ചത് 100 രൂപയുടെ ലഞ്ച് കിറ്റ് എവിടെ നിന്നെങ്കിലും മേടിക്കണം ഇതായിരുന്നു. അപ്പോൾ കൊച്ചു പിള്ളേർ കൊണ്ടുപോകുന്ന ലഞ്ച് കിറ്റ് ഇരുന്ന കാര്യം മറ്റേ എന്തുവാ പറയുന്നത് മിക്കി മൗസൊക്കെ ഉള്ളത് കൊണ്ടുപോയെന്നാണൊക്കെ. അതുകൊണ്ടിട്ട് ഞാൻ ഫുൾ ബ്ലാക്ക് തപ്പി ഇറങ്ങി ഒരു സ്ഥലത്തില്ലാതായപ്പോൾ ലാസ്റ്റ് ഷായിൽ തന്നെ പോകും. പക്ഷെ അവിടെ ഞാൻ ഫസ്റ്റേ പോയാൽ മതിയായിരുന്നു എനിക്ക് തോന്നി. ഷായിൽ ചെന്നപ്പോൾ തന്നെ ബ്ലാക്ക് ഉണ്ടായിരുന്നു. ഈ ഒരു റേറ്റിൽ ഏറ്റവും കുറവ് റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു റേറ്റിലാണ്. പിന്നീടെല്ലാം ഒരു 200 റേഞ്ചിൽ പുറത്തോട്ടൊക്കെ വരുന്ന കുറച്ച്. അത് പക്ഷേ ഇതിന് നല്ല വലിയ ടൈപ്പായിട്ടുള്ളതാണ് പറഞ്ഞത്. ഓക്കെ, അപ്പം വേറൊന്നുമില്ല, ഇത്രയും മാത്രമേ ഉള്ളൂ. ബാഗ് ഐറ്റംസ് മേടിക്കാനായിട്ട് ട്രിവാൻഡ്രത്തുള്ളവരാണെന്നുണ്ടെങ്കിൽ ഷായിൽ തന്നെ പോകുന്നതായിരിക്കും നല്ലത്. ട്രിവാൻഡ്രത്തില്ലാത്തവർ പുറത്തു നിന്ന് താമസിക്കുന്ന നമ്മുടെ സ്റ്റുഡൻസ് ആയിട്ടുള്ളവർ PG ചെയ്യുന്ന കുട്ടികളൊക്കെ കാണുമെങ്കിൽ അവർക്കും പറ്റിയ ബാഗ് എവിടെ നിന്നെങ്കിലും മേടിക്കാൻ നോക്കാം. ദയവ് ചെയ്ത് അവിടെ ഇവിടെ വിൽക്കുന്ന നമ്മുടെ ഈ സ്റ്റോട്ട് സംഗതിയിലൊക്കെ വിൽക്കുന്നത് കാണും. പക്ഷെ അതൊന്നും ലാസ്റ്റ് ചെയ്യുന്നില്ല. വെറുതെ നമ്മൾ പൈസ കൊടുത്ത് കഷ്ടപ്പെട്ട് മേടിച്ച് വീണ്ടും ഡാമേജ് ആയി പോകുന്നു. ആ പൈസ ഉണ്ടെങ്കിൽ എനിക്ക് കുറച്ച് നല്ല കുറച്ച് സ്റ്റൈലിഷുമായിട്ടുള്ള ബാഗ് നമുക്ക് ട്രിവാൻഡ്രത്ത് ചാലിക്കാതെ ഷായിൽ നിന്ന് കിട്ടും. ഓക്കെ, അപ്പം എനിക്കത് വാങ്ങിച്ചതിൽ ഇത്തിരി ബെറ്ററായിട്ട് തോന്നി, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. വേറെ ഒന്നുമില്ല. നമുക്ക്